ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ നടന്നൊരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ചേട്ടനെ കുറിച്ച് അല്ലെങ്കിൽ പാട്ടുകളെക്കാളേറെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അതാണ്. ഞങ്ങൾ അച്ഛനും മകനായിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഹോട്ടലുണ്ട് അദ്ദേഹം നടത്തുന്നത്, അവിടെ വെച്ചിട്ടുള്ള ഒരു വലിയ സീൻ, അതൊരു ഹോൾ ഡേ നീണ്ടുന്ന സീനാണ്. അപ്പം അവിടെ ആൾക്കാർ സ്വാഭാവികമായും സിനിമ ഷൂട്ടിങ്ങാണ് കൂടും, കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നു. അപ്പം പുള്ളി ഇത് പതുക്കെ പതുക്കെ ഇരുട്ടായി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഓൾമോസ്റ്റ് പാക്കപ്പായി അദ്ദേഹത്തിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഇതൊരു വീട് പാതി ചായക്കട, ഇത് മാറ്റി നമ്മുടെ ആർട്ട് ഡയറക്ടർ മാറ്റിയിട്ടാണ് അതൊരു ഫുൾ ചായക്കടയാക്കിയത്. അപ്പോൾ അതിൻ്റെ ചായപ്പിലാണ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹം ഡ്രസ്സ് മാറാൻ പോയപ്പോൾ രാത്രിയായി, ആൾക്കാരൊക്കെ ചുറ്റും കൂടി. അപ്പോൾ ഈ ഡ്രസ്സ് മാറുന്ന ഇടം എന്ന് പറയുന്നത് അപ്പുറത്ത് ആൾക്കാർ കാണാം. ജയേട്ടൻ വളരെ സന്ദർഭോചിതമായ ഒരു ചീത്ത പറഞ്ഞു ഇവിടെ. അതോടെ അവിടെ ഇറ്റ് വാസ് റിയൽ മേഹമാണ്. കാരണം വെച്ചാൽ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഒരാൾ ഒരു ക്രൗഡിലേക്ക് ഇത് പറയുക എന്ന് പറയുന്നത്, ഞാനപ്പുറത്തുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം അത് ഭയങ്കര വോളറ്റൈൽ സിറ്റുവേഷനാണ്. പിന്നെ കണ്ടതെന്ന് വെച്ചാൽ അവിടെ വണ്ടി വളയുന്നു, നമ്മുടെ ഒരു സിനിമയുടെ ഒരു ടാക്സി പോലും വെളിയിൽ പോവില്ല എന്ന സിറ്റുവേഷൻ ആവുന്നു. അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മാപ്പ് പറയിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ ആയി. ഞാൻ പതുക്കെ പോയി. പിന്നെ ഈ പറയുന്ന ഭയഭക്തി ബഹുമാനങ്ങളല്ലാതെ അദ്ദേഹത്തോട് വേറെ ഒന്നും അങ്ങനത്തെ ഒരു സൗഹൃദമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിനോട് കുറേ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു സോറി ആണ് അവർ ആഗ്രഹിക്കുന്നത്. കുറേ നേരം എന്നെങ്ങനെ നോക്കിയിട്ടാണ്, സോറി ഞാൻ പറയില്ല, സോറി ഞാൻ പറയില്ല, അതന്നെ. അപ്പം ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല, അടിയും കിട്ടും ചിലപ്പോൾ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തി. ഞാൻ ശരി, ഇനിയിപ്പോൾ അവരെ എന്തെങ്കിലും പറഞ്ഞ് റെഡിയാക്കാൻ പറ്റും. ഞാൻ എണീറ്റപ്പോൾ ചേട്ടൻ പറഞ്ഞു, അനു വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവരെന്നോടൊരു സോറി പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയി ഒരു അപ്പേസ്മെന്റ് നടത്തുന്നു. അവിടെ ഒന്നും തയ്യാറാവുന്നില്ല, കാരണം അവിടെ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം കണ്ടില്ല, അതാണ് സത്യം. സോറി പറയാതെ പോകില്ല എന്ന് പറയുന്നു. അവസാനം ജയേട്ടൻ ആ മൊത്തം കാര്യം ഡിസ്പെൽ ചെയ്തത് ഒരു പാട്ട് പാടിക്കൊണ്ടാണ്. അവിടേക്ക് ഇറങ്ങി ചെന്നിട്ട് എല്ലാവരോടും ഒന്നും മിണ്ടായിരിക്കാൻ വന്നിട്ട് ഒരു 4 വരി പാടി. ഫോട്ടോച്ചിയും മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം അറിയാമല്ലോ. ആ 4 വരി പാടിയാണ് അദ്ദേഹം അവരോടുള്ള മാപ്പ് അറിയിച്ചത്. തിരിച്ചു പോരുമ്പോൾ എനിക്കൊന്ന് അതിനുശേഷം പിന്നീട് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. തിരിച്ച് പോരുമ്പം കാറിലിങ്ങനെ ഫോട്ടോ ചെയ്ത് നമ്മൾ പതുക്കെ തോമ്പുഴ കഴിഞ്ഞിങ്ങനെ വരുമ്പം എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞു, എടോ ഇത്തരം തമാശകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം, തനിക്കെന്ത് തോന്നുന്നു? അന്നെനിക്ക് അതത്ര വലിയ തമാശയായിട്ട് തോന്നിയില്ലെങ്കിലും ഇന്ന് ആലോചിക്കുമ്പോൾ ആ കുസൃതിയും കൂടെ നിറഞ്ഞതാണ് ചേട്ടൻ. അത്തരം സാഹസങ്ങൾ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം എന്ന് ചോദിച്ചത് ശരിക്കും ഒരു വെല്ലുവിളിച്ചമായിരുന്നു ഞങ്ങൾക്ക്. സന്ദർഭോചിതമായ ചീത്ത എന്ന വാക്കാണ് ഞാൻ ഈ അനുപനും പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു വാക്ക്. സന്ദർഭോചിതമായ ചീത്ത നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ പറഞ്ഞാണെന്നുള്ളത്.